കോഴിക്കോട് സംസ്ഥാന പാതയോരത്ത് മണ്ണിടിയുന്നു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കത്തിനടുത്താണ് മണ്ണിടിയുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ 15ഓളം കുടുംബങ്ങൾ ആശങ്കയിലാണ്. മുക്കം കറുത്തപറമ്പിൽ പെട്രോൾ പമ്പിനായി വ്യാപകമായി കുന്നിടിച്ച സ്ഥലത്താണ് മണ്ണിടിയുന്നത്. പെട്രോൾ പമ്പ് നിർമ്മാണത്തിനായി അനുവദിച്ചതിൽ കൂടുതൽ മണ്ണെടുത്ത സമയത്ത് റവന്യൂ ഉദ്യോഗസ്ഥരും ജിയോളജി ഉദ്യോഗസ്ഥരും എത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. പമ്പുടമകൾ മണ്ണെടുത്തതിന് പിഴ അടച്ച് പ്രവൃത്തി വീണ്ടും ആരംഭിച്ചു. കഴിഞ്ഞ വർഷം പമ്പിനായുള്ള ഷെഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച സമയത്ത് ശക്തമായ മഴയിൽ കുന്നിടിഞ്ഞ് ഷെഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും തകർന്നിരുന്നു. ഏറെക്കാലം പ്രവൃത്തി നിർത്തിവെച്ചെങ്കിലും 2 മാസം മുമ്പാണ് ഇരുമ്പ് നെറ്റ് ഉൾപ്പെടെ എത്തിച്ച് സംരക്ഷണ ഭിത്തിയുടെ പ്രവൃത്തി ആരംഭിച്ചത്. പ്രവൃത്തി തുടരുന്നതിടെയാണ് വീണ്ടും കുന്നിടിഞ്ഞത്. മണ്ണിടിയുന്നത് കറുത്തപറമ്പ് അങ്ങാടിക്കും സംസ്ഥാന പാതയിലെ യാത്രക്കാർക്കും കുന്നിന് താഴ്വാരത്തെ വീടുകൾക്കും ഭീഷണിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ആദ്യഘട്ടം നടന്നത് ശാസ്ത്രീയമായ മണ്ണെടുപ്പല്ല, ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നെന്ന് MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്നും MLA കൂട്ടിച്ചേർത്തു. ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായ ഘട്ടത്തിൽ ജിയോളജി വകുപ്പിനോട് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. ജിയോളജി വകുപ്പ് പരിശോധിച്ച് ജിയോളജി വകുപ്പിന് അനുമതിയോട് കൂടിയിട്ടാണ് മണ്ണിടിക്കുന്നത്. അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് മണ്ണിടിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിരുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണിടിച്ചിൽ തുടങ്ങിയ ശേഷം ശാസ്ത്രീയമായ രീതിയിൽ അത് മണ്ണിടിക്കാത്തതിന്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് ജിയോളജിയിൽ നിന്നൊരു വിവരം കിട്ടിയിരുന്നു. അപ്പോൾ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണോ മണ്ണിടിക്കേണ്ടത് അതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ അനുമതി കൊടുക്കാവൂ എന്നുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിരുന്നു. അതേ തുടർന്ന് ജിയോളജി വീണ്ടും വന്ന് സ്ഥലപരിശോധന നടത്തി അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാത്രമേ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ള നിലയിൽ വിവരം കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ അറിവ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.